അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു, ലഇൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലൗജീബന്നഹു. എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. താരീഖ് ഇബ്നു അസാക്കിറിന്റെ ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെ, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി പറയുന്നു, വഫാത്തിന് ശേഷം എന്നെ വിളിച്ചാൽ പോലും ഞാൻ ഉത്തരം ചെയ്യും. നിങ്ങൾ പറയുന്നു മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ളത് ചോദിച്ചാൽ ശിർക്കാണ്. റസൂലുള്ള പറയുന്നു ഞാൻ ഉത്തരം ചെയ്യും. നിങ്ങൾ പറയുന്നു ശിർക്കാണ്. റസൂലുള്ള പറയുന്നു ഉത്തരം ചെയ്യും. നിങ്ങൾ പറയുന്നു ശിർക്കാണ്. റസൂലുള്ള പറയുന്നു ഉത്തരം ചെയ്യും. മക്കാ മുശ്രിക്കീകളെ വിശ്വാസം തിരിയാത്ത ആളാണോ മുഹമ്മദുർ റസൂലുള്ളാഹി? ഞാൻ പറയും അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന്, ബാക്കിയൊക്കെ നമുക്ക് പറയാം. ഒന്ന് വന്നാൽ തന്നെ നിങ്ങളെ നിർവചനം പൊളിയോലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് ഉത്തരം ചെയ്യും എന്ന വിശ്വാസത്തോടെ റസൂലുള്ളാഹിനെ വിളിച്ചാൽ അത് ശിർക്കാണോ? അല്ലേ? ഈ ഉത്തരം പറയുമ്പോൾ നിങ്ങൾ ആളെ മാറ്റിയത് കൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ആള് മാറാം, ആദ്യത്തെ ആളാവാം, അത് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ആര് പറഞ്ഞാലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് മറുപടിയാണ് ആവശ്യം. അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്ത്, ഖബറിന്റെ സമീപത്ത് വന്ന് എന്നെ ഞാൻ വിളിച്ച വിളി നബി തങ്ങൾ ഉത്തരം ചെയ്യുമെന്ന വിശ്വാസത്തോടെ വിളിച്ചാൽ അത് ശിർക്കാണ് എന്നാണല്ലോ പറഞ്ഞത്. എന്നാൽ കേട്ടോളൂ, ലോകത്ത് ശിർക്കും തൗഹീദും ഏതാണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ വന്ന ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി, ആ നേതാവിനേക്കാൾ തൗഹീദ് തിരിഞ്ഞവരുണ്ടാവുകയില്ലല്ലോ. അതാ പറയുന്നു, കേട്ടോളൂ ഹദീസ്, ലഇൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു. സയ്യിദുനാ റസൂലുള്ളാഹി എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്നാൽ എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എങ്കിൽ നിങ്ങൾ പറയൂ, അങ്ങനെ ഒരു ഹദീസില്ല, ഹദീസിന് അങ്ങനെ അർത്ഥമില്ല. ധൈര്യമുണ്ടോ? ഞാൻ ചോദിക്കാൻ പോകുന്നേ ഉള്ളൂ, ഇപ്പൊ ചോദിക്കുന്നില്ല. പക്ഷേ നിങ്ങളെ നിർവചനം അതാ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. തെളിവ് മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂലുള്ളാഹിന്റെ വാക്കാണ്. എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് അതേ വഫാത്തിന് ശേഷം എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്താ പറഞ്ഞത്? അങ്ങനെ നിങ്ങൾക്ക് ഓരോന്നിങ്ങനെ പഠിപ്പിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം. മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മനുഷ്യ കഴിവ് എന്ന് വെച്ചോ, സൃഷ്ടികളുടെ കഴിവ് എന്ന് വെച്ചോ, അതൊന്നും ഇവിടെ വിഷയമല്ല. മനുഷ്യ കഴിവ് എന്ന് വെച്ചാലും സൃഷ്ടികളുടെ കഴിവ് എന്ന് വെച്ചാലും അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് ശിർക്കാണ് എന്നാണല്ലോ നിങ്ങളുടെ വ്യക്തമായി നിങ്ങൾ പറയുന്നത്. അതിനെതിരാണ് ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങനെ ചോദിച്ചാൽ എന്റെ വഫാത്തിന് ശേഷം എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിങ്ങളെ വല്ലാതെ പിടികൂടുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഹദീസിന്റെ വാക്ക് വേണോ? ഹദീസ് ഉദ്ധരിച്ച ഇമാമിങ്ങളെ വേണോ? ചോദിച്ചാൽ ഞങ്ങൾ പറയും, കൃത്യമായി പറഞ്ഞു തരും. ചോദ്യം വരാത്തത് കൊണ്ടാ പറയാത്തത്. വിഷയത്തിൽപ്പെട്ട് ചോദിക്കാൻ ഇപ്പോഴും നിങ്ങൾ പഠിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഹദീസ് നിങ്ങളെ പഠിപ്പിച്ചിട്ടേ ഞങ്ങൾ വിടുകയുള്ളൂ. അതുകൊണ്ട് മഹാനായ ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണ്? വഫാത്തിനു ശേഷം എന്നെ വിളിച്ചാൽ പോലും ഞാൻ അവർക്ക് ഉത്തരം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി പഠിപ്പിച്ച ഒറ്റ ഹദീസ് മതി. ഞാൻ ഉത്തരം ചെയ്യും, എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് വിളിച്ചാൽ പോലും എന്ന് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ വഫാത്തിന് ശേഷം എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പത്തൊട്ട് ആവശ്യപ്പെടാൻ തുടങ്ങി. വായിക്കണം നിങ്ങൾ സനദ്, വ്യത്യസ്തമായ സനദ്, വ്യത്യസ്തമായ മത്തിന്. ഇനി അറിയണോ സഹോദരന്മാരെ മത്തിന് എന്താണെന്ന്? എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്ത്? ആരെങ്കിലും നിന്നാൽ കാമ, ആയാൾ നിന്നാൽ
അദ്ദേഹം നിന്നാൽ, ആര് നിന്നാൽ പറയണ്ടേ? അതാ ഞാൻ പറഞ്ഞത്, മത്തിന് മുഴുവൻ വായിക്കണം. വായിച്ചോ? വായിച്ചില്ല. വായിക്കാൻ കഴിയുമോ? കഴിയില്ല. ഇൻഷാ അല്ലാഹ് ഈ സംവാദം കഴിയുന്നതിന് മുമ്പ് ആ മത്തിന് ഞാൻ ഇവിടെ വായിക്കും. ഇപ്പോൾ ഞാൻ വായിക്കുന്നില്ല. മുസ്ലിംമാരൊന്ന് ഉച്ചഭക്ഷണം കഴിക്കട്ടെ. ആ മത്തിന് ഞാൻ വായിച്ചാൽ മുസ്ലിംമാർക്ക് ഉച്ചഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ഫീഹി ഇല്ലത്താനി അൽബാനി രേഖപ്പെടുത്തി. എന്തിനാ നിങ്ങളതെടുത്തത്? നിങ്ങളെ കൊണ്ടതെടുപ്പിക്കും. ഞങ്ങൾക്കറിയാം നിങ്ങളതെടുക്കും. കൊണ്ടുവന്ന് വെച്ച കിതാബുകൾ ഞങ്ങളും കാണുന്നുണ്ടല്ലോ. നിങ്ങളെ കൊണ്ടത് വായിപ്പിച്ചു. ഞാൻ പറഞ്ഞ കാര്യം അൽബാനിയുടെ ആ സിൽസിലയിലുണ്ട്. ഇനി അത് വായിച്ച് പഠിച്ചോ? ഞാൻ പറയേണ്ടതില്ലല്ലോ. സഹോദരന്മാരെ, മനസ്സിലാക്കണം. എന്താ വിഷയം? പ്രാർത്ഥനയ്ക്ക് മുജാഹിദുകൾ കൊടുത്ത നിർവചനം തെറ്റാണ് എന്ന് തെളിയിക്കാനാണ് മുസ്ലിംമാര് അവരുടെ ഉത്തരത്തിന്റെയും നമ്മുടെ ഉത്തരത്തിന്റെയും ഒക്കെ സമയത്ത് ഈ ഒരു വാചകം മലയാളത്തിൽ പറഞ്ഞു തുടങ്ങിയത്. ആദ്യത്തെ സമയത്ത് മലയാളം മാത്രം പറഞ്ഞു, ഹദീസ് വായിക്കാൻ ധൈര്യം കാണിച്ചില്ല. രണ്ടാമത് അവരുടെ സന്ദർഭത്തിൽ ആ ഹദീസിന്റെ ഒരു ഭാഗം വായിച്ചു, സനദ് വായിച്ചില്ല. മുഴുവൻ വായിക്കാൻ പറഞ്ഞിട്ട് മത്തിന് ഇതുവരെ വായിച്ചില്ല. അങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് പറയുന്നു പൊളിഞ്ഞുപോയി, പാളീസായി എന്നൊക്കെ. എന്ത് പൊളിയാൻ, എന്ത് പാളീസാകാൻ? നിർവചനം തെറ്റാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ഹദീസിനെ പറ്റി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയണമായിരുന്നു. അത് ഇസ്തിഗാസക്ക്, പ്രാർത്ഥനയല്ലേ തർക്കം? അപ്പൊ ഇത് പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞതിന് തെളിവ് ധരിക്കണം. നിങ്ങൾ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാവില്ല. നിങ്ങൾ പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞാൽ കഴിയില്ല. കാമ, ഞാൻ പറഞ്ഞില്ലേ, ഹദീസിലെ കാമ എന്ന പദം ആരാ ഫായിൽ? ആര് നിന്നാൽ, ആര് വന്നാൽ, ആര് ചോദിച്ചാൽ ലൗജീബന്നഹു, ആർക്ക് ഉത്തരം ചെയ്യും? പറയണ്ടേ? നൗഷാദ് അഹ്സനി വിളിച്ചാലെന്നാണോ? അതല്ല ഫൈസൽ അഹ്സനി വിളിച്ചാലെന്നാണോ? കേരളത്തിലെ സമസ്തക്കാര് വിളിച്ചാലെന്നാണോ? ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മുസ്ലിങ്ങളും വിളിച്ചാലെന്നാണോ? അതല്ല ഏതോ ഒരു പ്രത്യേക വ്യക്തി പ്രത്യേക സന്ദർഭത്തിൽ പ്രത്യേക സമയത്ത് വിളിച്ചാലെന്നാണോ? പറയണം. നമുക്കിനിയും ചർച്ച ചെയ്യാം. നിങ്ങൾ വരണം. ഉൻളുർന തെളിവല്ലെന്ന് ആളുകൾക്ക് മനസ്സിലായി. ആദം തെളിവല്ലെന്ന് സമൂഹത്തിന് ബോധ്യപ്പെട്ടു. ഇപ്പോഴോ കാമ, എന്റെ ഖബറിന്റെ അരികിൽ വന്ന് വിളിച്ചാൽ, അതാ ഞാൻ ചോദിച്ചത്, എന്റെ ഖബറിനരികിൽ പരിമിതമായി ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളെ പറ്റിയുമാണോ? ആണെങ്കിൽ റസൂലിന്റെ ഔദാര്യം ഖബറിനടുത്ത് ചെല്ലുന്നവർക്ക് മാത്രമാണോ? ലോക മുസ്ലിങ്ങളെ പറ്റിയല്ല, ഉമ്മത്തീങ്ങളെ പറ്റി മുഴുവനല്ല. അതാ കാമ എന്ന് പറഞ്ഞത്. അത് ഞാൻ ഇൻഷാ അല്ലാഹ് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ആ മത്തിന് കൂടി വായിക്കാം. ഇപ്പോൾ ഞാനത് വായിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മുജാഹിദുകൾ പറഞ്ഞ ആ പ്രാർത്ഥന അത് പൊളിഞ്ഞിട്ടില്ല, ഇപ്പോഴും അവശേഷിക്കുന്നു. ആ പ്രാർത്ഥനയാണ് അല്ലാഹു പറഞ്ഞ ഇന്നമാ ദുഉ റബ്ബി എന്ന് പറഞ്ഞ ദുആ. ആ ദുആണ് ഫലാ തദഉ മഅല്ലാഹി അഹദ എന്ന് പറഞ്ഞ ദുആ. ആ ദുആണ് ഉദുഉനി അസ്തജിബ് ലക്കും എന്ന് പറഞ്ഞ ദുആ. ആ ദുആണ് വമൻ അളല്ലു മിമ്മൻ യദഉ മിൻ ദൂനില്ലാഹി എന്ന് പറഞ്ഞ ദുആ. അല്ലാഹു അല്ലാതെ മറ്റാർക്കും ഉത്തരം ചെയ്യാൻ കഴിയില്ല. ആറ്റാരോട് പ്രാർത്ഥിച്ചാലും പിഴച്ചു പോകും. ഈസാ നബി പെടും, ഉസൈർ പെടും. മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചു, അവർക്കും കഴിയില്ല, ഒരാൾക്കും കഴിയില്ല എന്ന്. ഞാൻ എന്റെ വകയായല്ല പറഞ്ഞത്, മുഫസ്സിറുകൾ പറഞ്ഞ ന്യായവും തെളിവും ഉദ്ധരിച്ചുകൊണ്ടാണ്. അപ്പോ